ഹലോ, എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറോട്ടയുടെ റെസിപ്പിയാണ്. വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പൊറോട്ട അടിക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കും എങ്ങനെയാണ് പെട്ടെന്ന് പൊറോട്ട തയ്യാറാക്കാമെന്നുള്ളത് ഞാനിവിടെ കാണിക്കാം. ഇത് 1 കിലോ മാവ് അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. 1 കിലോ മൈദ മാവ്. 1 കിലോ മൈദ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മാവ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുഴിച്ചു കൊടുക്കാം. 1.5 ടീസ്പൂൺ പഞ്ചസാര, 1 പിഞ്ച് സോഡാപ്പൊടിയാണ്, അപ്പക്കാര എന്ന് പറയും. അത് കൂടി പോകരുത്, കൂടിയാൽ നമ്മുടെ പൊറോട്ട ശരിയായി വരില്ല. അതിനിവിടെ 1.5 സ്പൂണ് ഉപ്പാണ് ചേർക്കുന്നത്. നോക്കിയിട്ട് നമുക്ക് കുറവുണ്ടെങ്കിൽ രണ്ടാമത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 മുട്ടയാണ് ആവശ്യമുള്ളത്. വെള്ളം എത്രയാണ് ആവശ്യം വരുന്നതെന്ന് ഞാൻ പറയാം. കാരണം പല കമ്പനിയുടെ മാവിനും പല രീതിയിലാണ് നമുക്ക് വെള്ളം ആവശ്യം വരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കലക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ വേണം ഒഴിച്ച് നമ്മളിത് മിക്സ് ചെയ്യാനുള്ളത്. രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ള 250 ml. 2 സ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് കുഴയ്ക്കാം. 1 സ്പൂണോളമുള്ള ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഓയിൽ വെച്ചിട്ട് ഒന്ന് ആദ്യം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലോട്ട് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. മാവ് ഇവിടെ ആ എണ്ണയുടെ പുറത്ത് വെച്ച് കൊടുത്തിട്ട് ഇത്തിരി എണ്ണ കൂടെ ഓയിലൂടെ നമുക്കിതിലോട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഒരു നനഞ്ഞ തോർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും വെച്ചൊന്ന് മൂടി വയ്ക്കും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡ്രൈ ആവാതിരിക്കും അല്ലേ? ഡ്രൈ ആവാതിരിക്കാനും മാവ് പെട്ടെന്നൊന്ന് സോഫ്റ്റായി കിട്ടാനുമാണ്. 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി എന്താണെന്ന് നോക്കാം. സോഫ്റ്റായി നോക്കിയാൽ നല്ല സോഫ്റ്റായി. ഇനി നമുക്കിത് ഓരോ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് കയ്യിൽ ഓയിൽ തടവിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ബോൾസാക്കി എടുക്കാം. ഓയിൽ തടവി വെച്ച സ്ഥലത്തേക്ക് നമുക്കത് വെച്ച് കൊടുക്കാം. അതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെ വേണം അകത്തോട്ടൊന്ന് പ്രസ് ചെയ്ത്. പൊറോട്ട അടിക്കാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അറിയാമെന്നുള്ളവർ കണക്കാക്കിയിട്ടല്ല പറയുന്നത്. എല്ലാ മാവും ഞാൻ റോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് റെസ്റ്റ് ചെയ്യിക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് പരത്തിയെടുക്കാം. ഒന്ന് ഓയിൽ ആദ്യം ഒന്ന് ഇറക്കി കൊടുക്കാം. ഇത് അടിക്കാൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അടിക്കാൻ അറിയാമെന്നുള്ളവർക്കാണെങ്കിൽ അടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം നല്ല രീതിയിൽ പരത്തിയെടുക്കണം. സൈഡെല്ലാം കട്ടി കുറച്ച് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. 2ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം. നമ്മുടെ കൈൻ്റെ ഉള്ളം കയ്യിലോട്ട് വെച്ച് ഇങ്ങനെ
ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഈ വരുന്ന ബാക്കിയുള്ളത് ഈ അടിയിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് മൂടി വയ്ക്കണം. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് അതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് നല്ല ലെയറായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒത്തിരി പാടൊന്നുമില്ല, നല്ല സിമ്പിളാണ്. ഒന്നും കൂടെ ഞാൻ അതുപോലെ ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് പരത്തി ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് സാധാരണ വീശി അടിക്കുന്ന പൊറോട്ട എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അടിച്ചു നോക്കാം. അതും ഇതുപോലെ നമുക്ക് കൈകൊണ്ട് പരത്തിയെടുക്കണം. ഇങ്ങനെ പരത്തണമെന്നില്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി, അറിഞ്ഞുകൂടാത്തവർക്ക് വീശിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ ഒന്ന് സൈഡെല്ലാം ഒന്ന് പരത്തിയതിന് ശേഷം ഈ വലത് കൈ ഇങ്ങനെ വെക്കണം, ഇടത് കൈ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിക്കണം. എന്നിട്ട് അതുപോലെ ചുറ്റിച്ച് വലത് കൈ പൊറോട്ട മാവിൻ്റെ പുറത്ത് വയ്ക്കുകയും ഇടത് കൈയിൻ്റെ ഈ 4 വിരൽ അടിയിലോട്ട് കൊടുത്ത് ഈ പെരുവിരൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കണം. അതുപോലെ ചുറ്റിച്ച് ചുറ്റിച്ച് അടിക്കണം. അതുപോലെ നല്ലതുപോലെ വീശിയടിക്കണം. ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് നമുക്ക് 2 പൊറോട്ടയ്ക്കുള്ള മാവാണ് ഞാൻ എടുത്തത്. അതുകൊണ്ട് ഒന്നാകുമ്പോൾ ഒത്തിരി വലുതായി പോകും. ഇനി വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് എടുത്താൽ മതി. ഇത് അത്യാവശ്യം ഒരു മീഡിയം സൈസ് വരും അല്ലേ അമ്മ? ഇനി നേരത്തെ ചെയ്ത പോലെ ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇതും അതുപോലെ അടിപൊളിയായിട്ട് മാവ് പൊന്തി വന്നിട്ടുണ്ട്. എല്ലാ മാവും ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. 26 പൊറോട്ടയുടെ ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ഒന്ന് പരത്തി ചുട്ടെടുക്കാം. പരതിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ കൈയിൻ്റെ ഇവിടം വെച്ചിട്ടാണ് നമുക്കത് പരത്തിയെടുക്കുന്നത്. ചുട്ടെടുക്കാം. ഇനി കൈ കൊണ്ട് പരത്താൻ അറിഞ്ഞുകൂടാത്തവർക്ക് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി കമ്പ് നേരത്തെ പോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ഒത്തിരി അങ്ങ് ബലപ്പിച്ച് പ്രസ് ചെയ്ത് പരത്തരുത്. അങ്ങനെ ഒന്ന് പരത്തിയതിന് ശേഷം കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് പരത്തി നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ ഞാൻ ഇനി എല്ലാം അതുപോലെ പരത്തി കൈ കൊണ്ടാണ് ഞാൻ പരത്താൻ പോണത്. ഒരെണ്ണം ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം കൈ കൊണ്ട് അതുപോലെ പരത്തിയെടുത്ത് നമുക്ക് ചുട്ട് എടുക്കാം. നമുക്ക് പെറോട്ടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പെരട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ നമുക്ക് പെറോട്ട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണയല്ല. ഇവിടെ എടുത്തത് സൺഫ്ലവർ ഓയിലും പിന്നെ നെയ്യും കൂടെ മിക്സ് ചെയ്ത് എടുത്തതാണ്. കല്ല് ചൂടാകുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മീതെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ എണ്ണ ഒഴിക്കണ്ട. ഓയിലിരിക്കുന്ന ആ പാത്രത്തിൽ നിന്ന് ഈ സ്പൂൺ എടുത്തൊന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് 1-2 പ്രാവശ്യം ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് ഒന്നാക്കിയാൽ കുറേ കൂടെ നല്ലതായിരിക്കും. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് അടുത്തതും അതുപോലെ ഇട്ട് കൊടുക്കാം. എടുത്തിടുന്നത് ഇതുപോലൊരു പാത്രത്തിൽ മൂടി വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു 5 എണ്ണമൊക്കെ ചുട്ടതിന് ശേഷം കൈ കൊണ്ട് അടിച്ചെടുക്കാം. അപ്പോൾ നല്ല ലെയറുകളായി വരും. അടുത്തതും അതുപോലെ ഇട്ട് നമുക്കതുപോലെ ഇതുപോലെ ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ട് വരാം. 7 പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നല്ല
രീതിയിൽ ലെയറുകളായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ്. ഇതാ നല്ല സോഫ്റ്റി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മതി, ഇനി അരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളത് ചുട്ട് 6-7 എണ്ണം ചുട്ടിട്ട് ഇതുപോലെ അടിച്ച് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ എല്ലാ പൊറോട്ടയും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പൊറോട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.